ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഒരു തിരുഹൃദയ സന്യാസിനി എന്ന നിലയിൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിലായിരിക്കുന്നത് ഈശോയുടെ തിരുഹൃദയത്തിന്റെ വെളിപ്പെടുത്തൽ കിട്ടിയ വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്കിന്റെ ഹൃദയവും കൈയും ഒക്കെ ആയിരിക്കുന്ന സ്ഥലത്താണ്. പാർലിമോണിയയിലെ മാർഗരറ്റ് മേരിയമ്മ താമസിച്ച ആ ഒരു മഠത്തിന്റെ സമീപത്തായിട്ടാണ്. പള്ളിയിലേക്കുള്ള ഒരു പ്രവേശനമാണ്. അപ്പോൾ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ തന്റെ മരണത്തിന് മുൻപായിട്ട് അവസാനമായി എഴുതിയ ചാക്രി ലേഖനം ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ച്, തിരുഹൃദയത്തിന്റെ സ്നേഹം അനുഭവിച്ച് തിരുഹൃദയത്തിൽ നമ്മളെ തന്നെ സമർപ്പിക്കുക എന്നുള്ളതാണ് പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആഹ്വാനവും പ്രാർത്ഥനയുമെല്ലാം. അപ്പോൾ ആ ഒരു ദൈവസ്നേഹം നമുക്ക് ലഭിക്കട്ടെ. ആ തിരുഹൃദയത്തിന്റെ സ്നേഹം മുഴുവൻ കർത്താവ് ഒരു സന്യാസിനിക്കാണ് വെളിപ്പെടുത്തി കൊടുത്തത്. ആ തിരുഹൃദയത്തിൽ തുറന്ന് വെളിപ്പെടുത്തി തിരുഹൃദയത്തിന്റെ സ്നേഹാത്മജാലകളെ കുറിച്ചൊക്കെ നമുക്ക് വെളിപ്പെടുത്തി തന്ന വലിയ സന്യാസിനിയുടെ ശരീരവും ഒക്കെ ഇരിക്കുന്ന ഈ സ്ഥലത്തേക്കുള്ള ഒരു യാത്രയിൽ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ആയിരിക്കുമ്പോൾ കർത്താവ് തന്ന കൃപയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഈ ഒരു വീഡിയോയിലേക്ക് ക്ഷണിക്കുകയാണ്. അത് വലിയൊരു ബ്ലെസ്സിംഗ് ആണെന്ന് എനിക്ക് തോന്നുന്നു. സാധിക്കുന്നവരൊക്കെ അതിലൊന്ന് പങ്കെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതാണ് ദേവാലയത്തിന്റെ തിരുഹൃദയത്തിന്റെ ദേവാലയമാണ്. ഇവിടെ ഇതാണ് വലിയൊരു ബസിലിക്കയാണ്. ഈശോയുടെ തിരുഹൃദയത്തിന്റെ ബസിലിക്കയിലേക്ക് നമ്മളൊക്കെ അത് കാണാനായിട്ട് പറ്റും. ഒരു ബസിലിക്ക ഇവിടെ സ്ഥിതി ചെയ്യുന്നു. അതിന്റെ ചുറ്റുപാടുകളൊക്കെയാണിത്. നമ്മൾ ഇങ്ങനെ പാർലിമോണിയ എന്ന് അടിച്ചു കൊടുത്താൽ ഫ്രാൻസിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്, ഈ ദേവാലയം. അപ്പോൾ ഈ ദേവാലയത്തിൽ കയറി കർത്താവിന്റെ പരിശുദ്ധ തിരുഹൃദയത്തിന്റെ രൂപം സ്ഥാപിച്ചിരിക്കുന്ന ദേവാലയമാണ്. ആ ദേവാലയത്തിൽ കയറി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ നിയോഗങ്ങളെല്ലാം നമുക്കത് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. പ്രത്യേകമായിട്ട് ഈ തിരുഹൃദയ തിരുനാളില് ഈ ഒരു ഡോക്യുമെന്ററി നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന്റെ വലിയ സ്നേഹമാണത്, ദൈവത്തിന്റെ വലിയ കരുതലാണ്. പ്രത്യേകം ഇന്ന് ഈ തിരുഹൃദയ തിരുനാളില് ഒത്തിരി സന്തോഷത്തോടെയാണ് ഞാൻ ഈ ദേവാലയത്തിന്റെ കാര്യങ്ങളെല്ലാം നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. കർത്താവ് ഇവിടെ എത്താനായിട്ട് കൃപ നൽകി. അങ്ങനെ ഈശോയുടെ തിരുഹൃദയത്തിന്റെ സ്നേഹം മറ്റുള്ള ലോകമെമ്പാടും അറിയപ്പെടണം. ആരാലും സ്നേഹിക്കപ്പെടാനില്ലാത്ത എൻ്റെ ഹൃദയം നീ കണ്ടാലുമെന്നാണ് ഈശോ പറയുക. നമുക്ക് വേണ്ടി ജീവിതം മുഴുവൻ സമർപ്പിച്ച ഈശോയുടെ തിരുഹൃദയത്തെ ആഴമായി സ്നേഹിക്കാനുള്ളൊരു വിളിയാണ് ദൈവം നമുക്ക് നൽകുന്നത്. ആ വലിയ വാതിലിലൂടെ നമുക്ക് പ്രവേശിക്കാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം, പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇതാണ് ദേവാലയത്തിന്റെ വലിയ തിരക്കുകളോ ബഹളങ്ങളോ ഒന്നുമില്ല. വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ ബസിലിക്കായിൽ പ്രവേശിച്ച് ഈശോയുടെ ഇതാണ് വലിയ ദേവാലയം. വലിയ ബസിലിക്കയാണ്. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഒരു പിക്ചറും 150 വർഷങ്ങൾ പിന്നിടുകയാണ്. ഈ ജൂൺ മാസം 27-ാം തീയതി 2025 വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്കിന് ഈശോ പ്രത്യക്ഷപ്പെട്ട് തൻ്റെ വലിയ സ്നേഹം വെളിപ്പെടുത്തിയതിൻ്റെ 350 വർഷങ്ങൾ പിന്നിടുന്ന സമയമാണിത്. അതുകൊണ്ട് തന്നെ ഈ ദേവാലയത്തിൽ ആയിരിക്കാൻ പറ്റുക എന്ന് പറഞ്ഞ വലിയൊരു ബ്ലെസ്സിങ്ങാണ്. കർത്താവിന് നന്ദി പറയാം. ഈശോയുടെ വലിയ കരുണയ്ക്ക് ദൈവത്തിന് ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈശോയെ ആരാധിക്കാം, പ്രാർത്ഥിക്കാം. അതിമനോഹരമായൊരു ആവിഷ്കാരം ഈശോയുടെ തിരുഹൃദയം വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്കിന്
അതിശയപ്പെട്ട് ചെയ്യുന്ന ഒരു വലിയ ഒരു ചിത്രമാണ് നമ്മുടെ കാണുന്നത്. ഇങ്ങനെ ആവിഷ്കരിച്ചിരിക്കുകയാണ്. മാർഗരറ്റ് മേരി അലക്കോക്ക് പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ ഈശോയുടെ തിരുഹൃദയം പ്രത്യക്ഷപ്പെടുന്നതാണ് ഈ രംഗം നമ്മൾ കാണുന്നത്. ഈശോയുടെ തിരുഹൃദയം അരുളി ചെയ്യുന്ന കേൾക്കാൻ സന്നദ്ധമായി നിൽക്കുന്ന ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ വലിയ ഒരു ഭക്തിയാണ്, മണവാട്ടിയാണ് വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്ക്. ഈശോയുടെ ഈ രൂപം ഇത് ദേവാലയത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെ ആളുകൾക്ക് തിരി കത്തിച്ച് പ്രാർത്ഥിക്കാനും ഒക്കെയുള്ള ഒരു അവസരവും കൂടി ഇവിടെ ഉണ്ട്. ഓർത്ത് നന്ദി പറയാം. വ്യത്യസ്തമായ തലങ്ങളിൽ ഓരോരുത്തർക്കും തിരി കത്തിക്കാനായിട്ട് പറ്റും. അങ്ങനെ തിരി കത്തിച്ച് നമ്മളിവിടെ പ്രാർത്ഥിക്കും. നമ്മുടെ നിയോഗങ്ങളൊക്കെ സമർപ്പിച്ച് എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരുടെയും നിയോഗങ്ങൾ പ്രത്യേകമായിട്ട് എക്സാമിന് ഒരുങ്ങുന്നവർ, എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്നവരൊക്കെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയുടെ വലിയ കരുണയും സ്നേഹവും എല്ലാം ഒഴുകട്ടെ. ഈശോ ഇന്നലെ തിരുഹൃദയത്തിൻ്റെ സ്നേഹം ഞങ്ങളിലേക്ക് ചൊരിയണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സാന്നിധ്യം നമുക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആ വലിയ കരുതലും സ്നേഹവും എല്ലാം നമ്മളിലേക്ക് ഈശോ തരും. ഈശോ നമ്മളെ തള്ളിക്കളയില്ല. ഇത് ബസിലിക്കായിലുള്ള അൾത്താരയുടെ ഏറ്റവും അടുത്തുള്ള ഒരു വിഷനാണ്. ഇത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് അതാണ് വിശുദ്ധ അൾത്താര. ഇതാണ് ബലിയർപ്പിക്കുന്ന അൾത്താര. അൾത്താരയും ദിവ്യ സക്രാരിയും തമ്മിലുള്ള ദൂരമാണ് നമ്മൾ ഈ കാണുന്നത്. അതാണ് വിശുദ്ധ സക്രാരി ബസിലിക്കയുടെ. ഈശോയെ നമുക്ക് ആരാധിക്കാം. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ ബസിലിക്കയുടെ സൈഡ് ചാപ്പൽ വിശുദ്ധ ത്രേസ്യായുടെ ഒരു ചെറിയ ചാപ്പൽ ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും. അത് ചെറിയ അൾത്താരയാണ്, സൈഡ് അൾത്താര. അതിമനോഹരമായൊരു പെയിൻറ്റിംഗ് ഒക്കെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. കർത്താവിൻ്റെ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ വലിയ ഒരു സ്നേഹത്തെയാണ് ആ പെയിൻറ്റിങ് നമ്മൾ കാണുന്നത്. ഈശോയുടെ തിരുഹൃദയത്തെ കുരിശിനെ ധ്യാനിക്കുന്നവർ ഈശോയുടെ തിരുഹൃദയത്തോട് സ്വയം സമർപ്പിക്കുന്നവർ ഈശോയുടെ തിരുഹൃദയം അവൾക്ക് മുടി ചാർത്തുന്ന ഒരു ഇത് നമ്മളിവിടെ കാണുന്നുണ്ട്. നമുക്ക് നന്ദി പറയാം. ദൈവത്തിൻ്റെ നിസ്സീമമായ സ്നേഹമാണ്. ആരൊക്കെ ദൈവത്തെ സ്നേഹിക്കുന്നു അവർക്കൊക്കെ ഒരിക്കലും കുറവില്ലാത്ത തൻ്റെ സ്നേഹം പങ്കുവെച്ചു കൊടുക്കുന്ന ഒരു ഈശോയെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഈശോയ്ക്ക് നന്ദി പറയാം. ഇത് വിശുദ്ധ ജോൺ പോൾ സെക്കൻഡ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയിട്ട് സമർപ്പിച്ചിരിക്കുന്ന ഒരു അൾത്താര, സൈഡ് അൾത്താരയിലൊന്നാണിത്. ഇവിടെ പരിശുദ്ധ അമ്മയുടെ അതിമനോഹരമായൊരു ചിത്രം നമുക്കിവിടെ കാണാൻ പറ്റും. അമ്മ ഈശോയെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ഒരു ചിത്രവും കൂടി നമ്മളിവിടെ കാണുന്നുണ്ട്. ജോൺ പോൾ അമ്മ പാപ്പ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിരുന്നു എന്നുള്ളതിൻ്റെ ഒരു അടയാളമായിട്ടാണ് ഇവിടെ ഇപ്പോൾ ഈ കസേരയിട്ടിരിക്കുന്നതും അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്നു എന്നുള്ളതുമാണ് നമ്മളിവിടെ കാണുന്നത്. അങ്ങനെ ഇതിൻ്റെ വിശുദ്ധ സ്ഥലം മുഴുവൻ, വിശുദ്ധ മദ്ബഹ മുഴുവനായിട്ട് ഇവരിങ്ങനെ കമ്പിയിട്ട് വേർതിരിച്ചിരിക്കുകയാണ്. വീണ്ടും നമ്മളിവിടെ കാണാം വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ ഒരു അൾത്താരയാണ് നമ്മളിവിടെ കാണുന്നത്. ആ അൾത്താരയ്ക്ക് അവർ വേറൊരു പേരിവിടെ പറയുന്നുണ്ട്. ഫ്രാൻസിസ് ഡി സാലസിൻ്റെ വലിയ ഒരു മധ്യസ്ഥവും കൂടെ നമ്മളിവിടെ കാണുന്നുണ്ട്. അത് മറ്റൊരു അൾത്താരയാണ്. ഞാൻ ഈ ബസിലിക്കയുടെ സൈഡിലും ചുറ്റിനുമൊക്കെയായി അനേകം അൾത്താരകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. അതെല്ലാം ദൈവത്തിൻ്റെ വലിയ ഒരു കരുതലാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ആലയത്തിൽ ഈ ബസിലിക്ക ഒക്കെ പണിയപ്പെടാനുള്ള കാരണം വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്കിൽ ഈശോയുടെ തിരുഹൃദയം പ്രത്യക്ഷപ്പെട്ടു കൊടുത്ത വലിയ അനുഗ്രഹമാണ്. ഇവിടെ വീണ്ടും നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ ഇതാ ദിവ്യ സക്രാരിയിൽ ഈശോയെ എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്ന ഒരു അൾത്താര നമ്മളിവിടെ കാണുകയാണ്. ഈശോയ്ക്ക് നന്ദി പറയാം. ഈശോയെ ആരാധിക്കാം. ഈ അൾത്താരയിലേക്ക് നമ്മുടെ നിയോഗങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തെ നമുക്ക് ആരാധിക്കാം. ഈശോയുടെ പരിശുദ്ധമായ ഹൃദയമേ, വികാരുണ്യമായ ഹൃദയമേ, ഞങ്ങളങ്ങെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു. എല്ലാ കുടുംബങ്ങളും അങ്ങയുടെ തിരുഹൃദയത്തെ ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു. എല്ലാ കുടുംബങ്ങളിലും ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ വലിയ സ്നേഹം ഉണ്ടാകട്ടെ. എല്ലാ കുടുംബങ്ങളും ഈശോയുടെ തിരുഹൃദയം രാജാവായിട്ട് വാഴട്ടെ. എല്ലാ കുടുംബങ്ങളും ഈശോയുടെ സാന്നിധ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളെ, നിത്യജീവിതങ്ങളെല്ലാം പരിപൂർണമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ നന്ദി പറയുന്നു. ഈശോയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ കുരിശും
കർത്താവിൻ്റെ വലിയ കുരിശിനെ നമ്മളിവിടെ കാണുന്നുണ്ട്. ഈശോയ്ക്ക് നന്ദി പറയാം. നമ്മുടെ ജീവിതത്തെ മുഴുവൻ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ കുടുംബം, കുഞ്ഞുങ്ങളുടെ ജീവിത പങ്കാളി എല്ലാവരെയും ഓരോരുത്തരും സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. വളരെ പ്രത്യേകമായിട്ട് നടക്കുന്ന എല്ലാ ധ്യാന ശുശ്രൂഷകളെ, കൺവെൻഷനുകളെല്ലാം ഈശോയെ സമർപ്പിച്ച് അനേകം വ്യക്തികളുടെ മാനസാന്തരങ്ങളും കർത്താവിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. ബസിലിക്കയിൽ നിന്ന് അപ്പാരിഷൻ ചാപ്പലിലേക്കുള്ള ഒരു വഴിയിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. അപ്പാരിഷൻ ചാപ്പലിലേക്ക് നമ്മൾ യാത്ര ചെയ്യുകയാണ്. ഇത് ബസിലിക്കയുടെ ഒരു ഓവർ വ്യൂ ആണ് നമ്മൾ കാണുന്നത്, ഔട്ട് സൈഡിൽ നിന്നുള്ളത്. നമ്മൾ അവിടെ നിന്ന് പുറത്തിറങ്ങി നമ്മളിപ്പോൾ അപ്പാരിഷൻ ചാപ്പലിലേക്കുള്ള ഒരു യാത്രയിലാണ്. പിന്നെ മതിലെ കെട്ടി തിരിച്ചിരിക്കുന്ന ഷെറിബയിലൂടെ കോൺവെന്റിലേക്ക് മാർഗരറ്റ് മേരി അലക്കോക്ക് താമസിച്ചിരുന്ന കോൺവെന്റിനുള്ളിലേക്കുള്ള ഒരു യാത്ര. അവിടെയാണ് ഛായാചിത്രവും ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഛായാചിത്രമൊക്കെ വെച്ചിരിക്കുക. നമുക്കൊരു അല്പദൂരം അങ്ങോട്ടേക്ക് നടക്കാനുണ്ട്. ഈശോയുടെ തിരുഹൃദയത്തെ സ്നേഹിച്ചുകൊണ്ടും ആരാധിച്ചുകൊണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തെ ഞങ്ങളങ്ങനെ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഈശോയുടെ തിരുഹൃദയമേ സമസ്തവും അങ്ങേ പ്രതി. ഈശോയുടെ തിരുഹൃദയമേ എല്ലാ മക്കളെയും എല്ലാ വ്യക്തികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സഹനങ്ങളിലൂടെ എല്ലാം കടന്നു പോകുന്ന എല്ലാ മക്കളെയും ഈശോയുടെ തിരുഹൃദയമേ അവിടുന്ന് എടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലെഫ്റ്റ് സൈഡിൽ വീടാണ്. ഇത് മഠത്തിൻ്റെ വലിയ മതിൽക്കെട്ടുകളും ഒക്കെയാണ്. കുറച്ച് സിസ്റ്റർമാർ ഇവിടെ താമസിക്കുന്നുള്ളൂ, ഒത്തിരി പേര് താമസിക്കുന്നില്ല. ശ്വാസമൊക്കെ കുറഞ്ഞു പോയി, അതിൻ്റെതായ കുറവുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ നമ്മൾ ആ ചാപ്പലിലേക്ക്, അപ്പാരിഷൻ ചാപ്പലിലേക്ക് നമ്മൾ എത്തുകയാണ്. ഇത്രയും ഇച്ചിരി സമയം നമുക്ക് മൊണാസ്ട്രിയാണിത്, മൊണാസ്ട്രിയുടെ ഭിത്തിയാണ് നമ്മൾ കാണുന്നത്. അത് കാരണം നമുക്കറിയാം വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്ക് വിസിറ്റേഷൻ കോൺഗ്രിഗേഷനിലെ അംഗമായിരുന്നു. അപ്പോൾ അവിടെ ആ വിസിറ്റേഷൻ സന്യാസിനി സമൂഹത്തിൻ്റെ ഒരു മൊണാസ്ട്രിയിലെ അംഗമായതുകൊണ്ട് തന്നെയാണ് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ വലിയ പ്രത്യേകതകളുണ്ട്. പിന്നെ ഫ്രാൻസിസ് നമ്മളെ ചാപ്പലിലോട്ട് പ്രവേശിക്കുകയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ 350 വർഷത്തിൻ്റെ ജൂബിലി വർഷമാണ്. പ്രത്യേകമായിട്ട് വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്കിന് പ്രത്യക്ഷപ്പെട്ടതിൻ്റെ 350 വർഷമാണിത്. അവിടെ നമുക്ക് പ്രാർത്ഥനയോടെ ആ ദേവാലയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പ്രവേശിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദേവാലയത്തിൻ്റെ മധുബഹായിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട് വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്ക് തിരുഹൃദയം കാണപ്പെടുന്ന ഒരു വിഷൻ്റെ ചിത്രമാണ് നമ്മളിവിടെ കാണുന്നത്. നമുക്ക് കാണാൻ പറ്റും ചെറിയൊരു ചാപ്പല്, സൈഡിൽ ഈശോയുടെ തിരുഹൃദയമുണ്ട്. സൈലൻ്റായിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത്. അതുകൊണ്ട് സൈലൻസ് പ്രാർത്ഥനയ്ക്ക് കുറച്ച് സമയം നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുകയാണ്.
ഈശോയുടെ തിരുഹൃദയ ദർശനം ലഭിച്ച വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്ക് കത്തോലിക്ക സഭയിൽ ഈശോയുടെ തിരുഹൃദയ ഭക്തിയാകുന്ന തുടക്കം കുറിച്ചവളാണ്. 1647 ജൂലൈ 22 മാർഗരറ്റ് ഫ്രാൻസിലെ ബർഗണ്ടി പ്രവിശ്യയിൽപ്പെട്ട പാർലെമോണിയൽ എന്ന സ്ഥലത്ത് ജനിച്ചത്. 4 ആങ്ങളമാരുടെ ഒറ്റപ്പെങ്ങളായിരുന്നു അവൾ. അവളുടെ പിതാവ് മികച്ച ഒരു മജിസ്ട്രേറ്റ് ആയിരുന്നു. 4 വയസ്സുള്ളപ്പോൾ അവൾ തന്റെ തലതൊട്ടമ്മയുടെ കൂടെ ചെന്ന് താമസിച്ചു. അവിടെ വെച്ചാണ് ജീവിതം ദൈവത്തിന് സമർപ്പിക്കുന്നതിനെ പറ്റിയും മതപരമായ അഭ്യാസങ്ങളെക്കുറിച്ചും വ്രതത്തെക്കുറിച്ചുമൊക്കെ അവൾ ആദ്യമായി കേട്ടത്. ആ കൊട്ടാരം പോലുള്ള വീടിനുള്ളൊരു ചാപ്പലുണ്ടായിരുന്നു. അതിൽ കയറി സക്രാരുടെ മുൻപിൽ പോയി മുട്ടുകുത്തിക്കൊണ്ട് കൈകൾ കൂപ്പി അവൾ പറഞ്ഞു, ഓ എൻ്റെ ദൈവമേ, എൻ്റെ വിശുദ്ധി ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. നിത്യ കന്യാവ്രതം ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാക്കുകളുടെ അർത്ഥം അറിയാനുള്ള പ്രായം അവൾക്കായിരുന്നില്ല. പിൽക്കാലത്ത് ഈശോ അവളോട് പറഞ്ഞു, നിന്നെ ഞാൻ എൻ്റെ മണവാട്ടിയെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ലോകത്തിൽ നിന്റെ ഹൃദയത്തെ സ്ഥാനം ലഭിക്കും. മുൻപേ എൻ്റെ പ്രചോദന ഫലമായി നീ നിത്യവ്രത വാഗ്ദാനം നടത്തിയപ്പോഴേ നമ്മൾ പരസ്പരം നൽകി ഉറപ്പാണിത്. അവൾക്ക് 8 വയസ്സുള്ളപ്പോൾ പിതാവിനെയും തലതൊട്ടമ്മയും നഷ്ടപ്പെട്ടു. ദാരിദ്ര്യം എന്തെന്ന് അറിയാൻ തുടങ്ങി. അവളുടെ ചേട്ടന്മാർക്ക് പ്രായപൂർത്തിയാവാത്തതുകൊണ്ട് വീടും സ്ഥലങ്ങളും മാർഗരറ്റിന്റെ പിതൃ സഹോദരിമാർ കൈയടക്കിയിരുന്നു. പഠനത്തിനായി അവളുടെ അമ്മ മാർഗരറ്റിനെ ബോർഡിംഗ് സ്കൂളിൽ ചേർത്തു. അവളുടെ ദൈവഭക്തി കണ്ട് 1 കൊല്ലം കഴിഞ്ഞപ്പോൾ പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണത്തിന് അനുവാദം ലഭിച്ചു. പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ ദിവസത്തിൽ 1656 അവളത് സ്വീകരിച്ചു. വലിയൊരു പരിവർത്തനം അവൾക്കുണ്ടായി. കൂട്ടുകാർക്കൊപ്പം കളിക്കാൻ ആഗ്രഹിച്ച സമയത്തൊക്കെ ഏതോ ഒരു ശക്തി അവരിൽ നിന്ന് അവളെ അകറ്റുന്നതായും ഏകാന്തമായ സ്ഥലത്തേക്ക് നയിക്കുന്നതുമായ അനുഭവം അവൾക്കുണ്ടായി. സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ടും മുട്ടുകുത്തുകൊണ്ടുമാണ് അവൾ പ്രാർത്ഥനകൾ ചൊല്ലിയിരുന്നത്. കർത്താവിൻ്റെ പരിശുദ്ധ അമ്മയുടെ വലിയൊരു സ്വാധീനം, ഒരു പ്രസൻസ് അവളുടെ ലൈഫിൽ ഒരിക്കലുണ്ടാവുകയുണ്ടായി. 11 വയസ്സുള്ളപ്പോൾ അതികഠിനമായ വാതരോഗത്താൽ അവൾക്ക് പഠിപ്പ് നിർത്തേണ്ടി വന്നു. 4 കൊല്ലത്തേക്ക് കിടന്ന കിടപ്പായിരുന്നു. ഒരു ദിവസം അവൾ പരിശുദ്ധ അമ്മയുടെ രൂപത്തിൽ നേർക്ക് തിരിഞ്ഞു പറഞ്ഞു, അസുഖം ഭേദമായാൽ ഞാനൊരു കന്യാസ്ത്രീ ആയിക്കോളാം. ഇങ്ങനെ പ്രതിജ്ഞ എടുത്തതിന് പിന്നാലെ അവളുടെ അസുഖം പൂർണ്ണമായും ഭേദമായി. പരിശുദ്ധ അമ്മ അവളുടെ ഹൃദയത്തിൻ്റെ നാഥിയായി മാറി. അവളെ അമ്മ സ്വന്തമായി കരുതി. തെറ്റുകൾ തിരുത്തിക്കൊണ്ടും ദൈവഹിതം നിറവേറാൻ പഠിപ്പിച്ചുകൊണ്ടും പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കപ്പെട്ടവളായി അവളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തിരുന്നു. ഒരു ദിവസം അശ്രദ്ധമായ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മ പ്രത്യക്ഷയായി അവളോട് പറഞ്ഞു, എൻ്റെ മകളെ, നീ എന്നെ ഇത്ര അശ്രദ്ധമായി സേവിക്കുന്നതിൽ ഞാൻ വിസ്മയിക്കുന്നു. തീരെ ചെറുപ്പമായിരുന്നെങ്കിലും ആ ശകാലം പിന്നീട് ഒരിക്കലും അവൾ മറന്നു പ്രവർത്തിച്ചിട്ടില്ല. എന്നാൽ അവളുടെ ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ കടന്നു വരികയുണ്ടായി. പിതാവിൻ്റെ മരണശേഷം അമ്മയും മക്കളും അടിമകളെപ്പോലെ ആ വീട്ടിൽ കഴിയേണ്ടി വന്നു. പിതൃ സഹോദരിമാർ ക്രൂരമായിട്ടാണ് അവരോട് പെരുമാറിയിരുന്നത്. പള്ളിയിൽ പോകാനുള്ള അനുവാദം മിക്കവാറും ദിവസങ്ങൾ മാർഗരറ്റിന് ലഭിച്ചിരുന്നില്ല. പോകാൻ അനുവാദം കിട്ടിയാൽ തന്നെ ധരിക്കാനുള്ള വസ്ത്രത്തിന് വേണ്ടി അവൾക്ക് മറ്റുള്ളവരോട് യാചിക്കേണ്ടി വന്നു. ദിവ്യനാഥന്റെ സന്നിധിയിൽ അവൾ തൻ്റെ കണ്ണീർ കണങ്ങൾ ചൊരിഞ്ഞു. അമ്മ രോഗിയായി കിടന്നപ്പോൾ അമ്മയ്ക്ക് കൊടുക്കാനുള്ള ഭക്ഷണം പോലും അവൾക്ക് യാചിക്കേണ്ടതായി വന്നു. പിന്നീട് അവളുടെ ചേട്ടന്മാർ വന്ന് വീടിന്റെ ഭരണം ഏറ്റെടുത്തു. അമ്മയെ പിരിയാൻ വയ്യാതിരുന്ന അവൾ കന്യാവ്രത പ്രതിജ്ഞ ദുർബലപ്പെടുത്തി പാർട്ടിയിലും നൃത്തത്തിലും പങ്കെടുക്കാൻ ആരംഭിച്ചു. അങ്ങനെയിരിക്കെ ഒരിക്കൽ അവൾക്ക് ഈശോയുടെ വലിയൊരു ദർശനം ഉണ്ടാവുകയാണ്. ഈശോയെ കാണുകയാണ്. ഒരു ദിവസം പാർട്ടിക്കും നൃത്തത്തിനും ശേഷം തിളങ്ങുന്ന വസ്ത്രങ്ങളും ആഭരണങ്ങളും ഊരാനൊരുങ്ങുമ്പോൾ ചമ്മട്ടിയുടെ അറ്റവനായ ഈശോ അവൾക്ക് കാണപ്പെട്ടു. അവളുടെ മായാമോഹഭ്രമങ്ങളാൽ ഈശോയെ ആ അവസ്ഥയിലാക്കിയത് അവളാണെന്ന് ഈശോ അവളോട് പറഞ്ഞു. 1000 പ്രാവശ്യം ഭരിക്കേണ്ടി വന്നാലും സന്യാസിനിയാവുകയല്ലാതെ വേറൊരു ജീവിതാവസ്ഥയിലാവുകയില്ലെന്ന് അവൾ തീരുമാനമെടുത്തു. എങ്കിലും സഹോദരന്റെ അനുവാദം ലഭിക്കാഞ്ഞപ്പോൾ കുറച്ചു കൊല്ലം കൂടി അവൾക്ക് കാത്തിരിക്കേണ്ടി വന്നു. അവസാനം അത് ലഭിച്ചു. ഉർസലേൽ സഭയിൽ ചേരാൻ അവർ വിളിച്ചെങ്കിലും നീ അവിടെ ആയിരിക്കാനല്ല എൻ്റെ ആഗ്രഹമെന്ന് കർത്താവ് പറയുന്നത് അവൾ കേട്ടു. വിശുദ്ധ ഫ്രാൻസിസ് സാലസുമായി അവൾക്ക് അഗാധമായ ഒരു ബന്ധമുണ്ട്. ഒരിക്കൽ വിശുദ്ധ ഫ്രാൻസിസ് സാലസിന്റെ ഫോട്ടോ നോക്കി നിൽക്കുമ്പോൾ വിശുദ്ധൻ ജീവനുള്ളവനായി അവളുടെ അടുത്തേക്ക് വിളിക്കുന്ന അനുഭവം ഉണ്ടായി. പാർലെമോണിയയിലെ വിസിറ്റേഷൻ മഠത്തിന്റെ സ്വീകരണ മുറിയിലിരിക്കുമ്പോൾ ഇതാണ് നിന്റെ സ്ഥലമെന്ന് ഈശോ പറയുന്നത് അവൾ കേട്ടു. അങ്ങനെ അവൾ വിസിറ്റേഷൻ മഠത്തിലെ അംഗമായി. 1671 ഓഗസ്റ്റ് 25 സഭാവസ്ത്രം സ്വീകരിച്ചു.
എങ്കിലും അവളുടെ ജീവിതത്തിലെ പരീക്ഷണങ്ങൾക്കോ സഹനങ്ങൾക്കോ കുറവൊന്നും ഉണ്ടായിരുന്നില്ല. സമൂഹ നിയമങ്ങൾ മനഃപൂർവ്വം അല്ലെങ്കിലും അനുസരിക്കാഞ്ഞത് മൂലം ഏറെ പഴി കേൾക്കേണ്ടി വന്നു. ഉല്ലസിക്കേണ്ട സമയത്ത് ധ്യാനിക്കുക, മൗനം പാലിക്കേണ്ട സമയത്ത് വിഷമിച്ചിരിക്കുന്ന സഹോദരികളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി സംസാരിക്കുക, ഭക്ഷണ സമയത്തും പ്രാർത്ഥിക്കുക തുടങ്ങിയവയൊക്കെ വലിയ അനുസരണക്കേടായി വ്യാഖ്യാനിക്കപ്പെട്ടു. പരിഹാരമായി ധ്യാന സമയത്ത് പോലും അതിനനുവദിക്കാതെ അവളെ കൊണ്ട് ജോലി ചെയ്യിച്ചുകൊണ്ടിരുന്നു. ജോലിക്കിടയിൽ കൂടി ധ്യാനിക്കാൻ അറിയാതിരുന്ന അവളെ ഒരു ആന്തരിക സ്വരം അതിന് സഹായിച്ചു. പിന്നീട് ഒരിക്കൽ സമൂഹ നിയമങ്ങൾ മറന്ന് പ്രായശ്ചിത്തം അനുഷ്ഠിക്കാൻ പോയ അവൾക്ക് വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, മകളെ, നീ എന്താണ് ചെയ്യാൻ പോകുന്നത്? അനുസരണത്തിന് നിയമങ്ങളെ മറികടന്ന് നീ ദൈവത്തെ പ്രീതിപ്പെടുത്താമെന്ന് വിചാരിക്കുന്നുണ്ടോ? അനുസരണമല്ലയോ സഭയുടെ കാമ്പും കഴമ്പും? വിസിറ്റേഷൻ സഭയുടെ അംഗമായി വ്രതവാഗ്ദാനം ചെയ്യുന്നതിൽ നിന്ന് മാർഗരറ്റിനെ മാത്രം അധികാരികൾ തടഞ്ഞു. വളരെ വിഷമിച്ച അവൾ താൻ കാരണം ആ സഭയ്ക്ക് നല്ലതേ ഉണ്ടാവൂ എന്ന കർത്താവിന്റെ വെളിപ്പെടുത്തൽ മഠാധിപിയോട് പറഞ്ഞു. അങ്ങനെ 1672 നവംബർ 6 വ്രതവാഗ്ദാനം നടന്നു. അവൾ ഈശോയോട് പ്രതിജ്ഞ ചെയ്തു, ഇതുവരെ എൻ്റെ വിവാഹ നിശ്ചയമേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി അങ്ങോട്ട് ഞാൻ നിന്റെ മണവാട്ടിയായിരിക്കും. വിശുദ്ധ മഠത്തിലെ സഹോദരിമാരിൽ നിന്ന് വളരെയേറെ സഹിക്കേണ്ടി വിശുദ്ധിയുടെ ജീവചരിത്രം വായിക്കുമ്പോൾ മനസ്സിലാകുന്ന സമൂഹത്തിൽ കുത്തുവാക്കിനേക്കാൾ കൂടുതൽ മൂർച്ച മൂകതയ്ക്കാണെന്നാണ്. അതായത് ഇഷ്ടമില്ലാത്തവരും മിണ്ടാതിരിക്കുന്നത്. മറ്റുള്ളവർ പപ്പുകുടങ്ങളിൽപ്പെട്ടവരും മാർഗരറ്റ് സാധാരണ കുടുംബത്തിൽപ്പെട്ടവളുമായതുകൊണ്ട് അവൾ അവരുടെ മുൻപിൽ അപഹാസ്യയായിരുന്നു. അവരുടെ കുറ്റങ്ങൾ, ഉപവിയില്ലായ്മ തുടങ്ങിയ കാര്യങ്ങൾ കർത്താവ് വിശുദ്ധയ്ക്ക് വെളിപ്പെടുത്തിയത് അവരെ അറിയിച്ചത് അവരുടെ വൈരാഗ്യം വർദ്ധിപ്പിച്ചു. മാത്രമല്ല, ദർശനങ്ങൾക്കിടയിൽ ബോധരഹിതയായി അവൾ വീണ്ടിരുന്നതിനെപ്പറ്റി ഭ്രാന്തായി അവർ ചിത്രീകരിച്ചു. അവളെ പിശാചു ബാധ്യതയായി താറടിച്ചു. മാർഗരറ്റ് അടുത്തു ചെല്ലുമ്പോൾ അവളുടെ മേൽ വിശുദ്ധ ജലം തളിക്കുകയും പിശാച് ഇറങ്ങിപ്പോകൂ എന്ന് പറയുന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. മാർഗരറ്റിനെ ആശ്വസിപ്പിക്കാൻ ഈശോ അവളോട് പറഞ്ഞു, ഹന്നാൻ വെള്ളം എനിക്ക് വളരെ ഇഷ്ടമാണ്. പാപം മൂലം ചില സന്യാസിനികളെ കർത്താവ് കൈവിട്ട് കളയാൻ പോകുന്നെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് വേണ്ടി അവൾ കഠിന ത്യാഗങ്ങൾ അനുഷ്ഠിച്ചു, കുമ്പസാരിച്ചു. ഒരിക്കൽ അവളെ കുമ്പസാരിപ്പിച്ച ഒരു വൈദികൻ മരണത്തിന് ശേഷം അഗ്നിജ്വാലകളോടെ അവൾക്ക് ദൃശ്യമായി. 3 മാസം ദുസ്സഹമായ രീതിയിൽ അവൾ പരിഹാരം ചെയ്ത് ഏറെ കഷ്ടപ്പെട്ടതിന് ശേഷമാണ് ആ വൈദികൻ നിത്യഭാഗ്യത്തിലേക്ക് പോകാൻ കഴിഞ്ഞത്. അങ്ങനെ അവളുടെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവുണ്ടാവുകയാണ്. ഈശോയുടെ തിരുഹൃദയത്തിനരികിലേക്ക് 1673 പ്രിയപ്പെട്ട അപ്പസ്തോലൻ വിശുദ്ധ യോഹന്നാൻ തിരുനാളിന്റെ അന്ന് വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചിരിക്കുമ്പോൾ അവൾ മുട്ടുകുത്തി നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് അവൾ ദൈവിക സാന്നിധ്യത്താൽ നിറഞ്ഞു. വത്സല ശിഷ്യനായ യോഹന്നാൻ അവസാനത്തെ അത്താഴത്തിൽ ഇരുന്ന സ്ഥലത്തിരിക്കാൻ ഈശോ അവളെ ക്ഷണിച്ചു. അവളിലൂടെ തന്റെ ഹൃദയത്തിലെ സ്നേഹം എല്ലാവരിലേക്കും പടരണമെന്ന് ഈശോ പറഞ്ഞു. എന്റെ ഹൃദയത്തിലെ നിധികൾ അവരെ കാണിച്ചു കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പുതിയ കൃപകൾ കൊടുക്കാനും നിന്റെ കഴിവില്ലായ്മയും അജ്ഞതയും കാരണമാണ് ഞാൻ നിന്നെ പ്രത്യേകമായി തിരഞ്ഞെടുത്തത്. എല്ലാം എന്നിൽ നിന്നാണ് വരുന്നത്. അങ്ങനെ അവർക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. 18 മാസത്തോളം ചില ഇടവേളകളുമായി പ്രത്യക്ഷപ്പെടലുകൾ നീണ്ടുനിന്നു. ഒലുവുമലയിലെ തന്റെ യാതനയോട് ചേർന്നുകൊണ്ട് എല്ലാ വ്യാഴാഴ്ചയും തിരുമണിക്കൂർ ആചരിക്കാനും എല്ലാ മാസാന്ത്യ വെള്ളിയാഴ്ചയും പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുവാനും ദിവികാരുണ്യ സ്വീകരണം നടത്താനും ഈശോ അവളെ ക്ഷണിച്ചു. ഈശോയുടെ തിരുഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ഈശോ അവളെ ക്ഷണിക്കുകയാണ്. സ്നേഹാഗ്നിജ്വാലയായി തീർന്ന ഈശോയുടെ തിരുഹൃദയ ദർശനമെന്ന മാർഗരറ്റുമേരിയുടെ ആത്മീയ അനുഭവങ്ങൾ ഏറ്റവും ശക്തമായത്. അഗ്നിസ്രോതസ്സിലൂടെ ചെറു കണികയെ അവൾ നിക്ഷേപിക്കപ്പെട്ട അനുഭവം പിന്നെ സ്നേഹത്തിന്റെ അദ്വിജല കിരണം പോലെ അവൾ മാറുകയായിരുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നൊരു ജ്വാലകിരണം പുറപ്പെട്ട് അവളുടെ ഹൃദയ പാർശ്വത്തിൽ കുത്തി മുറിവായി. അത് ബാഹ്യമായി അടയ്ക്കപ്പെട്ടുവെങ്കിലും എരിയുന്ന വേദന എന്നും നിലനിന്നു. ഓരോ ആദ്യവെള്ളിയാഴ്ചകളിലും അതിന്റെ വേദന കഠിനമായിരുന്നു. ഇനി നീ ദാസിയല്ല, എന്റെ തിരുഹൃദയത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യയായിരിക്കുമെന്ന് ഈശോ അരുളി ചെയ്തു. ഈശോ തന്റെ തിരുഹൃദയത്തിന്റെ ദൗത്യം മാർഗരറ്റുമേരിയെ ഫലമേൽപ്പിക്കുകയാണ്. അവസാനത്തെ പ്രത്യക്ഷപ്പെടൽ ജൂൺ 13 1675 കോർപ്പസ് ക്രിസ്റ്റിയുടെ തിരുനാളിനിടയിലായിരുന്നു. പരിശുദ്ധ കുർബാനയുടെ തിരുനാളിന്റെ ദിവസം ഈശോ വിശുദ്ധയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് തന്റെ തിരുഹൃദയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, മനുഷ്യ മക്കളോടുള്ള സ്നേഹത്താൽ തുടിക്കുന്ന എന്റെ ഹൃദയം കണ്ടാലും എന്നെ മനുഷ്യരെ എത്ര അധികമായി സ്നേഹിക്കുന്നു, എന്നാൽ അവർ എന്നെ എത്ര തുച്ഛമായി മാത്രം സ്നേഹിക്കുന്നു. തന്റെ ഹൃദയത്തിൽ നിന്ന് അവസാനത്തുള്ളി രക്തം വരെ മനുഷ്യർക്കായി ചിന്തിയിട്ടും മനുഷ്യർ അതിനെക്കുറിച്ച് ബോധവാന്മാരാവുകയോ അവിടുത്തോട് നന്ദിയുള്ളവരായി തിരികെ ചെയ്യാത്തതിനാൽ കണ്ണീർ വാർത്ത അവിടുന്ന് പറഞ്ഞു. കുരിശിൽ കിടക്കവേ കുന്തം കൊണ്ട് കുത്തിയ മുറിവോടെ കാണപ്പെട്ട ഹൃദയത്തെ ചുറ്റി മുൾമുടിയും അഗ്നിനാളവും ഉണ്ടായിരുന്നു. തിരുഹൃദയ തിരുനാൾ ആചരിക്കാൻ അവളോട് ഈശോ പറഞ്ഞു.
തിരുഹൃദയ ഭക്തർക്ക് ഈശോ 12 വാഗ്ദാനങ്ങൾ അവൾക്ക് ഈശോ പറഞ്ഞു കൊടുത്തു. സ്വർഗീയമായി അവൾക്ക് ലഭിച്ചത് ഈശോ ഈ ഭൂമിയിൽ അംഗീകരിക്കാൻ കർത്താവ് തിരുമനസ്സാവുകയാണ്. അവളുടെ സുപ്പീരിയർക്ക് ഇതെല്ലാം അവിശ്വസനീയമായി തോന്നി. ദൈവശാസ്ത്രജ്ഞന്മാരും അതിനെ മതഭ്രാന്തായി കരുതി. അവസാനം ഒരു വിശുദ്ധനായ ഈശ്വസഭാ വൈദികൻ ഈ പ്രത്യക്ഷപ്പെട്ടുകൾ ദൈവത്തിന്റെ ഇടപെടലായി തിരിച്ചറിഞ്ഞു. അങ്ങനെ അത് ജേർണൽ ഓഫ് റിട്രീറ്റ്സ് എന്ന ഒരു ബുക്കിൽ അദ്ദേഹം പ്രസിദ്ധീകരിക്കുകയാണ്. ഈ ബുക്ക് അവിചാരിതമായി അവരുടെ കോൺവെന്റിലെ ഡൈനിങ് ഹാളിൽ വെച്ചപ്പോൾ ഇത് മാർഗരറ്റ് മേരി അലക്കോക്കാണെന്ന് എല്ലാവരും തിരിച്ചറിയുന്നു. സെപ്റ്റംബർ 7, 1688 മാർഗരറ്റ് മേരി അലക്കോക്കിന്റെ പാലമോണിന്റെ ചാപ്പൽ തിരുഹൃദയത്തിന് സമർപ്പിക്കപ്പെടുന്നത് കണ്ട് സന്തോഷിക്കാൻ ഇടവന്നു. ഒക്ടോബർ 17, 1690 ഈശോ എന്നുച്ചരിച്ചുകൊണ്ട് അവൾ മരിച്ചു. 1875 ആഗോള കത്തോലിക്ക സഭയെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിച്ചുകൊണ്ട് പോപ്പ് ബെനഡിക്റ്റ് 15 പാപ്പ 1920 മാർഗരറ്റ് മേരി അലക്കോക്ക് വിശുദ്ധിയായി നാമകരണം ചെയ്തു. സമൂഹത്തിൽ, ഗ്രാമങ്ങളിൽ, അയൽപക്കങ്ങളിൽ, ഫാക്ടറികളിൽ, ഓഫീസുകളിൽ ആളുകളും വംശങ്ങളും ഒക്കെ ഒത്തുകൂടുന്ന മീറ്റിങ്ങുകൾ എല്ലായിടത്തും കല്ലുകൊണ്ടുള്ള ഹൃദയം, വരണ്ട ഹൃദയം, മാംസന്റെ ഹൃദയമാവണം. തന്റെ സഹോദരന്മാരിലേക്കും സഹോദരന്മാരിലേക്കും തുറന്നുകൊണ്ട്, ദൈവത്തിലേക്ക് തുറന്നുകൊണ്ട്, മനുഷ്യരുടെ നിലനിൽപ്പ് തന്നെ അതിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. ആ തുറക്കപ്പെട്ട ഹൃദയത്തെ നമുക്കും സ്നേഹിക്കാം. ഇന്ന് നമുക്ക് അഭയം നൽകുന്ന ആ തിരുഹൃദയത്തെ നമുക്കും നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കാം.